അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 5 പേരാണുള്ളത്. വീട്ടിലുള്ള ആകെ സ്വർണം 20 പവൻ സ്വർണമുണ്ട്. അതിൽ 15 പവൻ ആഭരണമായിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുതന്നെ 2 പേരും അഥവാ അവിടെയുള്ള ഭാര്യയും തൻ്റെ മകളുമാണ് ഈ 15 പവൻ 2 പേരും ആയിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 5 പവൻ അത് ഭാവിയിലേക്കൊരു നിക്ഷേപമായിക്കൊണ്ട് അദ്ദേഹം കരുതിയിരിക്കുകയാണ്. ഇതിന് എങ്ങനെയാണ് സക്കാത്ത് നൽകേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരി. അപ്പോ നിക്ഷേപമായി സൂക്ഷിച്ചു വെച്ച സ്വർണത്തിന്റെ നടപ്പു വില കണക്കാക്കി അതിന് 2.5% സക്കാത്ത് കൊടുക്കണം. മറ്റത് ആഭരണമാണ്. ആഭരണത്തിന്റെ പരിധിക്ക് മുകളിലല്ല ബാക്കിയുള്ള സ്വർണം. അതുകൊണ്ട് അതിന് സക്കാത്ത് ഇല്ല. നിക്ഷേപത്തിന് സക്കാത്ത് കൊടുക്കണം. ഇവര് 15 പവനാണ് ആഭരണമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരാളല്ലല്ലോ, പലരുടെയും കയ്യിൽ. ഒരാൾക്ക് പിന്നെ 20 മിസ്കാല് വരെ, അതായത് 10.5 പവൻ വരെ ഒരാൾക്ക് ആഭരണമായി ധരിക്കാൻ അവകാശമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. എങ്കിൽ പോലും നമുക്ക് കൂടുതൽ പണ്ഡിതന്മാർ പറയുന്നതും നമുക്ക് മനസ്സിലാകുന്നതും 20 മിസ്കാല് വരെ എന്ന് പറഞ്ഞാൽ 10.5 പവൻ വരെ ആഭരണമായി ധരിക്കാൻ അവകാശം ഉണ്ടായതുകൊണ്ട് 15 പവൻ ഒന്നോ രണ്ടോ ഒരാളെ കയ്യിലാണെങ്കിൽ അതിന് മൊത്തം സക്കാത്ത് കൊടുക്കണം. അതല്ല അവന്റെ 5 പേര് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവിടെയുള്ള സ്ത്രീകൾ പലരുടെയും കയ്യിലായിട്ടാണ് 15 പവൻ ഉള്ളതെങ്കിൽ അവർ സക്കാത്തിന്റെ പരിധിയിൽ വരില്ല. നിക്ഷേപത്തിന്റെ സക്കാത്ത് വരും. അതല്ല ഒരാളുടെ കയ്യിലാണ് 15 പവൻ ഉള്ളതെങ്കിൽ 15 പവനും മൊത്തം വില കണക്കാക്കി സക്കാത്ത് കൊടുക്കണം.